ഇതുവരെ എന്നെ കരുതിയ നാഥന് ആയിരം നന്ദി. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം, വിശ്വാസികൾക്ക് ആണ്ടരതിയോഗവുമില്ല, ആണ്ടവസാന യോഗവുമില്ല. അത് ലോകജാതീയൻ്റെ മര്യാദയാണ്, ആഘോഷങ്ങളും ചടങ്ങുകളും. എന്നാൽ ഇപ്പോൾ പെന്തിക്കോസ്തൻ വിശ്വാസികളുടെ ഇടയിലും ഇപ്പോൾ ലോകമയം കയറി ആറാടി നടക്കുകയാണെന്നുള്ള കാര്യം മറന്നു പോകേണ്ട. ജീവൻ്റെ അപ്പം സന്ദേശം അകപ്പ വിടുതലും പ്രാർത്ഥന വളരെ സംസാരിക്കുന്ന ജീവിതത്തിൽ നമ്മൾ ആഘോഷിക്കുന്നതെല്ലാം ലോകജാതീയൻ്റെ മര്യാദയാണ്. വേർപെട്ട പെന്തിക്കോസ്തുകാരനും ദൈവവിശ്വാസികൾക്കും ആണ്ടവസാന അറുതി യോഗത്തിൻ്റെ ആചാരങ്ങളില്ല. നന്ദി മരം കരുത്തുകയാണ്. എന്താണ് തെളിവ്? ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 9 മുതലുള്ള വാക്യങ്ങൾ വായിക്കുന്നു. ഇപ്പോഴും നിങ്ങൾ ദൈവത്തെ അറിഞ്ഞും വിശേഷിയാൽ ദൈവം നിങ്ങളെ അറിഞ്ഞുമിരിക്കെ നിങ്ങൾ പിന്നെയും ആദ്യപാഠങ്ങളിൽ കുരുങ്ങി, ദരിദ്രവും ബലഹീനമായ ആദ്യപാഠങ്ങളിൽ കുരുങ്ങിയിട്ട് നിങ്ങൾ കാലങ്ങളും ആണ്ടുകളും ദിവസങ്ങളും മാസങ്ങളും പ്രമാണിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത് വെറുതെയായിപ്പോയി എന്ന് ഞാനിപ്പോൾ ഖേദിക്കുന്നു എന്ന് പൗലോസ്ലീഹ പറയുക. നിങ്ങൾ ശ്രദ്ധിക്കുക, കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 20-ാം വാക്യം, നിങ്ങൾ ക്രിസ്തുവിനോടുകൂടി ലോകത്തിൻ്റെ ആദ്യപാഠങ്ങൾ സംബന്ധിച്ച് മരിച്ചു എങ്കിൽ ലോകത്തിൽ ജീവിക്കുന്നവരെ പോലെ അല്ല എന്ന് വ്യക്തമായി വെളിപ്പെടുത്തുന്നു. എബ്രായ ലേഖനം 7:18 നിങ്ങൾ വായിക്കുക. സ്തോത്രം. മുമ്പിലത്തെ കൽപ്പനയുടെ പ്രമാണപ്രകാരം നിൻ്റെ സകല ബലഹീനതയും നിഷ്പ്രയോജനവും നിമിത്തം നീക്കവും ന്യായപ്രമാണത്താൽ ഒന്നും സൽപൂർത്തി പ്രാപിപ്പിച്ചതും അല്ലല്ലോ എന്ന് വ്യക്തമായി പറയുന്നു. അപ്പം ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന ആണ്ടുകളുടെ പ്രമാണങ്ങൾ, ആണ്ടോത്സവം, ആണ്ടിൻ്റെ പ്രമാണത്തിൻ്റെ ആചാരങ്ങളൊക്കെ പുതിയ നിയമസഭയിലെ ആചരിക്കുന്നതല്ല. പിന്നെയോ സ്തോത്രം, നമ്മളെ ഹബക്കൂക്ക് പ്രവചനം 3-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ ആണ്ടുകൾ കഴിയുന്ന മുമ്പേ പ്രവൃത്തിയെ ജീവിപ്പിക്കണമെന്ന് പറഞ്ഞത് എന്താണെന്നറിയാമോ? ഹബക്കൂക്കിൻ്റെ ഒരു സ്തോത്ര പ്രാർത്ഥനയാണത്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹബക്കൂക്ക് എന്ന വാക്കിൻ്റെ അർത്ഥം ആലിംഗനം എന്നാണ്. വാക്കിൻ്റെ അർത്ഥം ദൈവത്തോട് ആലിംഗനം ചെയ്യുകയാണ്. എന്താണെന്നറിയാമോ? യെരൂശലേം നിവാസിയുടെ നാശം വരാതിരിക്കേണ്ടതിനായി താൻ ദൈവത്തോട് എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ മുത്തം ചെയ്ത് ആലിംഗനം ചെയ്ത് ദൈവത്തോട് പറയുന്ന മൽപ്പിടുത്തമാണ് ഹബക്കൂക്ക് പ്രവചനം എന്ന് പറയുന്നത്. ഹബക്കൂക്ക് പ്രവചനത്തിൽ തൻ്റെ ജനത്തോട് ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ നിവൃത്തിയുടെ പ്രവൃത്തി ആണ്ടുകൾ കഴിയുന്ന മുമ്പേ ജീവിപ്പിക്കണമെന്ന് താനൊരു പ്രാർത്ഥന നടത്തുകയാണ്. 3-ാം അധ്യായത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ഹബക്കൂക്കിൻ്റെ ഒരു പ്രാർത്ഥനാ ഗീതമെന്ന് വ്യക്തമായി എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ വ്യക്തമായി മനസ്സിലാക്കേണ്ട കാര്യമാണ്. ചില കാര്യം കൂടെ ഞാൻ ഓർപ്പിക്കാം. നമ്മളെ വേദപുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. റോമാലേഖനം 14-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ വായിക്കുന്നു, ഒരുവൻ ഒരു ദിവസത്തേക്കാൾ മറ്റൊരു ദിവസത്തെ മാനിക്കുന്നു, വേറൊരുവൻ സകല ദിവസങ്ങളെ മാനിക്കുന്നു. ഓരോരുത്തൻ താൻ്റെ മനസ്സിൽ ഉറച്ചിരിക്കട്ടെ, ദിവസത്തെ ആദരിക്കുന്നവൻ കർത്താവിനായി ആദരിക്കുന്നു. ദിവസങ്ങളും കാലങ്ങളും കർത്താവിന് വേണ്ടി സ്തോത്രം ചെയ്ത് ആദരിക്കുന്നവനാണ് ദൈവവേദൻ. നിന്റെ സന്നിധിയിൽ ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമല്ലോ എന്ന് വേദപുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ കാലങ്ങളും ആണ്ടുകളും ദിവസങ്ങളും മാസങ്ങളും ഒക്കെ ആചരിക്കുന്നത് എന്നറിയാമോ? മാസപൂജയുണ്ട്, ദിവസപൂജയുണ്ട്, ആണ്ടുപൂജയുണ്ട്, കാലങ്ങളുടെ പൂജയുണ്ട്. അതൊക്കെ ജാതികളാണ് ആചരിക്കുന്നത്. വിശ്വാസികൾ കാണിക്കുന്ന കോപ്രായം, ലോകമയം ചേർന്ന വേർപാടുകാർ, ബന്ധുക്കോസുകാർ, വിശ്വാസികൾ, ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത് വാസ്തവത്തിൽ യെരൂശലേമിന്റെ മണ്ടയ്ക്ക് അല്പം നെയ്യിട്ട് കടുവറുത്തതുപോലെയാണ്. ലോകമയം ചേർന്നവരാണ്. യഥാർത്ഥത്തിൽ റിയൽ വേർപെട്ട വിശുദ്ധരെന്ന് ഇവരെ പറയാനൊക്കത്തില്ല. ഇവർ സകല കോപ്രായം. ക്രിസ്മസ് വേണ്ട എന്ന് പറഞ്ഞിട്ട് ക്രിസ്മസ് ആചരിക്കുന്നു, നൊയമ്പീഡിയ വേണ്ട എന്ന് പറഞ്ഞിട്ട് ഈസ്റ്റർ നൊയമ്പീഡിയ ആചരിക്കുന്നു. കാലുകളും ആണ്ടെങ്കിലും മാസങ്ങളും വേണ്ട എന്ന് പറഞ്ഞിട്ട് ആണ്ടവസാന യോഗം, ആണ്ടവധി യോഗം ആചരിക്കുന്നു. 12 മണിക്ക് ശേഷം കേക്ക് തിന്നുക, 1 മണിക്ക് ശേഷം 1 മണി ആയതിനു ശേഷം 12 കഴിഞ്ഞതിന് ശേഷം കർത്തൃമേശ എടുക്കുക, 12:30 കേക്ക് മുറിക്കുക, പടക്കം പൊട്ടിക്കുക. ഇതെല്ലാം ലോകമയത്തിൻ്റെ ആചാരങ്ങളാണ്. അപ്പം ഈ ദൈവമക്കളെന്ന് പറഞ്ഞവരെല്ലാം കാലങ്ങളും ആണ്ടുകളും മാസങ്ങളും ദിവസങ്ങളും പൂജിക്കുന്നവരാണ്, ആചരിക്കുന്നവരാണ്. വാസ്തവത്തിൽ വിശ്വാസിക്ക് ആണ്ടവസാന യോഗവുമില്ല, ആണ്ടരതി യോഗവുമില്ല. ഒറ്റ കാര്യമുള്ളൂ, നടത്തിയ ദൈവത്തിന് നന്ദി കരയേറ്റുക. അത് മാത്രമേ ഉള്ളൂ. മറന്നു പോകണ്ട. നമ്മളും ജാതികളെപ്പോലെ ഇടകലർന്ന് ലോകമയം ചേർന്നവരാണെങ്കിൽ പൗലോസ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചതും പ്രയത്നിച്ചതും വെറുതെയായിപ്പോയി. നിങ്ങളോ കാലങ്ങളെയും മാസങ്ങളെയും ആണ്ടുകളെയും
അവൻ ദിവസങ്ങളെ പ്രമാണിക്കുന്നു. ഇത് ദൈവസന്നിധിയിലെ യോഗ്യമല്ലാത്ത വേർപാടില്ലാത്ത ജീവിതമാണ്. അപ്പോൾ നമ്മൾ തികച്ചും ലോകമനുഷ്യനാണ്. ദൈവത്തിന് നന്ദി കരയേറ്റിക്കൊണ്ട് നടത്തിയ വിധങ്ങൾക്ക് നാഥൻ നടത്തിയ വിധങ്ങൾ ഓർത്താൽ നന്ദി കരയേറ്റി ദൈവത്തെ സ്തുതിപ്പാൻ ദൈവം നമ്മളെ ഇടയാക്കട്ടെ. ദൈവനാമം